സത്യമായിട്ടും എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കേട്ടോ, ആരാണ് ഈ സിസ്റ്റം തുടങ്ങി വെച്ചത്? 2-3 വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് 1-2 മാസത്തിന് നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ 2-3 മാസത്തെ ശമ്പളം നാട്ടുകാരും വീട്ടുകാരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പർച്ചേസ് എന്നൊരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു സിസ്റ്റം, ഇതാരാണ് തുടങ്ങി വെച്ചത്? നാട്ടിലേക്ക് പോകുമ്പോൾ ലീവ് കിട്ടുക, ടിക്കറ്റ് കിട്ടുക എന്നുള്ള ടെൻഷനേക്കാളും ഒരുപാട് മുകളിലാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിക്കുക എന്നുള്ളത്. ഞാനീ പറയുന്നത് പ്രവാസികൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഒരുപാട് കാശുള്ളവരെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അവർ ഈ പരിപാടിക്ക് നിൽക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കകത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബാംഗ്ലൂർ, ബോംബെ, ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ അവിടെ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ 30,000-40,000 ശമ്പളം വാങ്ങിച്ച് ഇവിടെ കിടന്ന് റൂമുമില്ല, ഫുഡുമില്ല, താമസമില്ല, നല്ല പോലത്തെ വസ്ത്രവും ഇല്ലാണ്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഈ പ്രവാസികളുടെ തലയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കെട്ടിവെച്ചത് ആരാണ്? തുടങ്ങി വെച്ചത് ആരാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് പ്രവാസികളാണ് ഇതിന് കൂടുതലായിട്ട് ഉത്തരം പറയേണ്ടത്. ഓക്കെ, ബൈ.